Hello everyone, this is Anish. ഇന്നത്തെ ഈ വീഡിയോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത പോക്കോ F1 എന്ന് പറയുന്ന ഫോണിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എല്ലാവർക്കും അനീഷ് ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം OnePlus എന്ന കമ്പനി ഇന്ത്യയിൽ ചുവട് ഉറപ്പിച്ചത് 2014-ലാണ്. OnePlusന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻസിലുള്ള സ്മാർട്ട് ഫോൺസ് ഏറ്റവും വില കുറച്ച് നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ അവർ നൽകുന്നു എന്നായിരുന്നു OnePlusന്റെ പ്രത്യേകത. അതേ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രയോഗിച്ചിട്ടാണ് ഷവോമിയുടെ പുതിയ പോക്കോ F1 ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിൽ പോക്കോ F1 എന്ന് പറയുന്ന ഫോൺ ഔദ്യോഗികമായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ആദ്യം നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. Qualcomm Snapdragon 845 പ്രോസസ്സറിലാണ് പോക്കോ F1 ഫോൺ ഇന്ത്യയിൽ എത്തുന്നത്. നമുക്കറിയാം Qualcomm Snapdragon 845 എന്ന് പറയുന്ന പ്രോസസ്സർ ഹൈ എൻഡ് ഫോൺസിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് OnePlus 6-ൽ അതുപോലെ തന്നെ നോക്കിയയുടെ പല ഫോൺസിൽ, അതുപോലെ S9, ഗാലക്സി S9, നോട്ട് 9 അതുപോലുള്ള സീരീസിൽ, ഇന്ത്യയിൽ ഇറങ്ങുന്ന നോട്ട് 9ലും S9 സീരീസിലും Qualcomm പ്രോസസ്സർ അല്ല, എന്നാൽ US-ലേക്ക് ഇറങ്ങുന്നതിനകത്ത് 845 Qualcomm പ്രോസസ്സറാണ്. അപ്പം അത്രയ്ക്ക് ഹൈ എൻഡ് ഫോൺസിൽ മാത്രം ലഭിക്കുന്ന ഒരു പ്രോസസ്സറാണ് 845 എന്ന് പറയുന്നത്. നല്ല പെർഫോമൻസും നല്ല സ്പീഡും ഒക്കെ കിട്ടുന്ന ഒരു പ്രോസസ്സറാണ് Qualcomm Snapdragon 845 എന്ന് പറയുന്നത്. സോ അതേ ചിപ്സെറ്റ് തന്നെയാണ് Snapdragon 845 എന്ന് പറയുന്ന അതേ ചിപ്സെറ്റ് തന്നെയാണ് പോക്കോ F1 ഫോൺസിൽ ഷവോമി യൂസ് ചെയ്തിരിക്കുന്നത്. പോക്കോ F1 ഫോൺ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6GB റാമിലാണ്. അതിൻ്റെ ഹൈ എൻഡ് മോഡലിൽ 8GB റാം വരെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി 64GB തൊട്ടാണ് ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 256GB വരെയുള്ള വേരിയൻസ് അവൈലബിൾ ആണ്. 4000 mAh ബാറ്ററി കരുത്താണ് പോക്കോ F1 ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഫോൺസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ഇതിൻ്റെ ഒരു ഹൈലൈറ്റഡ് ഫീച്ചറാണ് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി. അതായത് ഗെയിമേഴ്സിനെയൊക്കെ സംബന്ധിച്ച് അവർക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ഫീച്ചറാണ് പോക്കോ F1 ഉള്ളത്. അതായത് നമുക്ക് ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഗാലക്സി നോട്ട് 9ലും ഇതുപോലുള്ള ഒരു സിമിലർ ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുക അല്ലെങ്കിൽ ഹൈ യൂസേജിൽ നമുക്ക് ഫോൺസൊക്കെ ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഓട്ടോമാറ്റിക്കലി ഇൻറ്റേർണലി ഇതിനെ കൂൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. സോ ആ സെയിം ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി പോക്കോ F1 പോക്കോ F1 നെറ്റ്വർക്കിലും ഒരു പ്രത്യേകത ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം സാധാരണ ഇറങ്ങുന്ന ഹൈ എൻഡ് ഫോൺസിലെല്ലാം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാത്തിനെല്ലാം ലേറ്റസ്റ്റ് 4G നെറ്റ്വർക്കാണ് വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പോക്കോ F1 4G+ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 4G+ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് സാധാ നോർമൽ 4Gയെക്കാട്ടി ഒരു ഡബിൾ സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇതൊരു കോമ്പിനേഷൻ, അതിൻ്റെ സ്പെക്ട്രം വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നല്ലൊരു ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് കിട്ടും എന്നാണ് ഷവോമി ഔദ്യോഗികമായിട്ട് പോക്കോ F1 ലോഞ്ചിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് നോർമൽ ഒരു 4G ഫോൺ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പീഡും ഈ പോക്കോ F1 അതായത് 4G+ നെറ്റ്വർക്ക് വരുമ്പോൾ ഉള്ള നെറ്റ്വർക്ക് സ്പീഡിനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്നാണ് ഈ ലോഞ്ചിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ വന്നാലേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇത് എങ്ങനെയാണ് ഈ 4G+ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മെഗാപിക്സലിൻ്റെയും 5 മെഗാപിക്സലിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഷവോമിയുടെ ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല MIയിലെല്ലാം നമ്മൾ മറ്റേ റെഡ്മി നോട്ട് 5 പ്രോയിലെല്ലാം നമ്മൾ കണ്ടാണ്. സോ അതേപോലെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു നല്ലൊരു 20 മെഗാപിക്സലിൻ്റെ 5 മെഗാപിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയാണ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടിയുള്ള ഒരു റിയൽ ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 20 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. സെൽഫി പ്രേമികളെ ഉദ്ദേശിച്ചിട്ടാവണം 20 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇതിന് നൽകിയിരിക്കുന്നത്. പോക്കോ F1 എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റർ ഫീച്ചറാണ് ഇൻഫ്രാറെഡ് ഫേസ് അൺലോക്ക് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം സാധാ ഫോൺസിലെല്ലാം, നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിലെല്ലാം ഈ ഫേസ് അൺലോക്ക് എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഗിമിക്കാണ്. അതായത് നമുക്ക് ഒരു ഫോട്ടോസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ ഇതിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒരു കമ്പനി പോലും ഫേസ് അൺലോക്ക് സെക്യൂർ ആണെന്ന് അവകാശപ്പെടാറില്ല. എന്നാൽ പോക്കോ F1 ലോഞ്ചിൽ കമ്പനി അവകാശപ്പെട്ടത് ഇത് സെക്യൂർ ആണ്, കാരണം ഇൻഫ്രാറെഡ് ഫേസ് അൺലോക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ കബളിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പോക്കോ F1 ലോഞ്ചിൽ കമ്പനി പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫേസ് അൺലോക്കിംഗ് സിസ്റ്റം പോക്കോ F1 അതായത് ഇൻഫ്രാറെഡ് ഫേസ് അൺലോക്കിംഗ് സിസ്റ്റമാണ് പോക്കോ F1 യൂസ് ചെയ്യുന്നത്. ലോഞ്ച് ചെയ്തപ്പോൾ ഓറിയോ വേർഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിലും എന്നാൽ ഉടൻ തന്നെ
ആൻഡ്രോയിഡ് പൈ അപ്ഡേറ്റ് വരും എന്നുള്ളത് കമ്പനി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിംഗ് നമുക്കറിയാം, ഈ ഷവോമി ഫോൺസിലെല്ലാം നമുക്കൊരു ഫാസ്റ്റർ അപ്ഡേറ്റ്സ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. സോ ഈ പ്രത്യേകിച്ച് ഈ ഫോൺസിൻ്റെ കാര്യത്തിൽ ഉടൻ തന്നെ ആൻഡ്രോയിഡ് പി അല്ലെങ്കിൽ പൈ അപ്ഡേറ്റ് കിട്ടും എന്നുള്ളത് കമ്പനി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്ര ഒരു ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻ, അതായത് 845 ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി, 6GB റാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ക്യാമറ, ബെറ്റർ ക്യാമറ, അതുപോലെ ഫേസ് അൺലോക്ക്, ഇൻഫ്രാറെഡ് ഫേസ് അൺലോക്ക്, ഇത്രയുള്ള ഹൈ എൻഡ് സ്പെസിഫിക്കേഷനിലുള്ള ഈ പോക്കോ F1 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20,000 രൂപയ്ക്കാണ്. അതായത് 19,999 രൂപയാണ് ഇതിൻ്റെ സെയിൽ ഓഫറായിട്ട് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 20,000 രൂപയ്ക്ക് താഴെ 20,000 രൂപയ്ക്ക് ആദ്യമായിട്ടാണ് സ്നാപ്ഡ്രാഗൺ 845 പ്രോസസ്സറിലുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത്. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ, അതായത് OnePlus ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി, അതായത് ഒരു ഹൈ എൻഡ് സ്പെസിഫിക്കേഷനിലുള്ള ഫോൺ ലോ കോസ്റ്റിൽ കിട്ടുന്നു. അതായത് നമ്മൾ OnePlusലൊക്കെ കിട്ടുന്ന അതേ സെയിം സ്പെസിഫിക്കേഷനിലുള്ള പ്രോസസ്സർ, അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വിലയ്ക്ക്, അതായത് 20,000 രൂപയ്ക്ക് താഴെ 845 പ്രോസസ്സർ എന്ന് പറയുന്നത് നമുക്ക് അതാണ് ഷവോമി നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഓഫർ പ്രൈസ് ആയിട്ടാണ്, അതായത് ഇപ്പോഴത്തെ സെയിൽ ഓഫറായിട്ടാണ് ഈ വില പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 19,999 രൂപയിലാണ് ഏറ്റവും ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഒഫീഷ്യൽ വില എന്ന് പറയുന്നത് 20,999 രൂപ, അതായത് 1000 രൂപയും കൂടെ കൂടുതലാണ്. അതായത് 21 രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി ഈ ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സെയിൽ ഓഫർ എന്നുള്ള രീതിയിലാണ്, അതായത് ഒരു ഫ്ലാഷ് സെയിലിന് വേണ്ടിയുള്ളതാണ് ഒരു 19,999 രൂപയ്ക്ക് ഈ ഫോൺ ലഭിക്കുന്നു എന്നുള്ളത്. 6GB റാം, 64GB ഇൻറ്റേർണൽ മെമ്മറിയോട് കൂടിയുള്ള ഈ ഫോണിനാണ് 19,999 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ 6GB 128GB വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 22,999 രൂപയ്ക്കാണ്. 8GB 256GB വേരിയൻ്റ് ഉള്ള ഫോൺ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 27,999 രൂപയ്ക്കാണ്. ഇതെല്ലാം ഓഫർ പ്രൈസ് ആണ്. 1000 രൂപയും കൂടെ കൂടുതലായിരിക്കും അല്ലാതുള്ള റിയൽ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഒരു ആർമേഡ് എഡീഷൻ വരുന്നുണ്ട്. സോ ആർമേഡ് എഡീഷൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 29,999 രൂപയാണ്. അതിൽ 8GB റാം, 256GB ഇൻറ്റേർണൽ മെമ്മറിയോട് കൂടിയാണ് ആ ഫോൺ ലഭ്യമാകുന്നത്. എനിവേ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് തന്നെയാണ്. ഈ ഒരു ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻ, ഈ ഒരു പ്രൈസ്, അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഒരു ഷവോമി ഒരു പ്രൈസ് വാർ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബാക്കിയുള്ള കമ്പനീസിനെ ഡെഫിനറ്റ്ലി അവരുടെ പ്രൈസ് കുറയ്ക്കേണ്ടതായിട്ട് വരും. OnePlus 6 അത് കുറയ്ക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഉടനെ OnePlus 60 ലോഞ്ച് ചെയ്യുന്നു. സോ ആ സമയത്തെല്ലാം ഈ ഒരു പോക്കോ F1 എന്ന് പറയുന്ന ഫോൺ ഒരു ഫാക്ടർ തന്നെ ആയിരിക്കും. നമുക്കറിയാം ഇന്ത്യയിൽ ജിയോ വന്നതോടുകൂടിയാണ് ബാക്കിയുള്ളവരെല്ലാം റേറ്റ് കുറയ്ക്കാനായിട്ട് ആ സാഹചര്യം ഉണ്ടായെന്നുണ്ടെങ്കിൽ അതേ ഒരു സാഹചര്യം തന്നെയാണ് പോക്കോ F1 ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഷവോമിയും കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു പ്രൈസ് വാർ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ ആ ഒരു പ്രൈസിൽ, അതായത് 20,000 രൂപയ്ക്ക് ഇത്രയും ഹൈ എൻഡ് ഒരു സ്പെസിഫിക്കേഷനുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഫോൺസിനെയും ഇത് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ബാക്കിയുള്ള ഇതിൻ്റെ അടുത്ത ഈ സ്നാപ്ഡ്രാഗൺ 845 അല്ലാതെ സ്നാപ്ഡ്രാഗൺ 700 സീരീസിലുള്ള പ്രോസസ്സർ വരെ ഉള്ള ഫോൺസും ഈ 25,000 26,000 രൂപയ്ക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സോ അത്ര ഇപ്പം നമ്മളൊരു യൂസറെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രൈസ് വാർ ആക്ച്വലി നല്ലതാണ്. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അൾട്ടിമേറ്റ്ലി യൂസറിന് തന്നെയാണ്. പോക്കോ F1 പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോസ് ഇനി ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. അടുത്തൊരു ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോ ആയിട്ട് കാണുന്നവരെ അനീഷ് സൈനിങ് ഓഫ്.